മമ്മൂക്ക മൂവിയായ ബസൂക്കയുടെയും കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, അമൽ നീരദ് ചിത്രമായ ബോഗൻവില്ലയുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്ടോബർ 17 തിയേറ്ററിലെത്തുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ പോസ്റ്റേഴ്സ് ആണ് ചിത്രത്തിൻ്റെതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പോസ്റ്റേഴ്സും മികച്ച ക്വാളിറ്റി നിലനിർത്തുന്നു. അമൽ നീരദ് ചിത്രങ്ങളുടെ പോസ്റ്റേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. റെഡ് ആൻഡ് ബ്ലാക്ക് ഡാർക്ക് ടോണിലാണ് കൂടുതലും ചിത്രങ്ങളുടെ പോസ്റ്റേഴ്സ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ബോഗൻവില്ല എന്ന പോസ്റ്ററിലും നാം കാണുന്നത്. അമൽ നീരദ് ചിത്രങ്ങളുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഭീഷ്മ എന്ന് പറയുന്ന മെഗാസ്റ്റാർ ചിത്രമാണ്. 85 കോടിക്കും 90 കോടിക്കും ഇടയിലാണ് ഈ ഒരു ചിത്രം കളക്ഷൻ നേടിയത്. അമൽ നീരദിന്റെ മുമ്പത്തെ സിനിമയും ഇത് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ചിത്രത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ 100 കോടി പുഷ്പം പോലെ ബോഗൻവില്ല എന്ന് പറയുന്ന അമൽ നീരദ് ചിത്രം നേടും. അത്രത്തോളമുള്ള ഒരു ഹൈപ്പ് ചിത്രത്തിന് ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. മമ്മൂക്ക ഡിനോ ഡെനീസ് ചിത്രമായ ബസൂക്കയുടെ ആദ്യ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷത്തിന്റെ അടുത്ത് സമയമായിട്ടുണ്ട്. 3 ദിവസത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് എന്നുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ഇന്നലെ ചിത്രത്തിന്റെ ബാക്കി പോർഷന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് ചിത്രം പാക്കപ്പ് ആവും. ഏകദേശം ജനുവരി മാസത്തിൽ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഡൊമിനിക്ക എന്ന ചിത്രം തിയേറ്ററിൽ എത്താനുള്ളത് കൊണ്ട് തന്നെ ബസൂക്ക എന്ന ചിത്രം ഈ വർഷം ഇനി തിയേറ്ററിൽ എത്താൻ ചാൻസ് കുറവാണ്. നവംബർ മാസം അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ മാസം ആദ്യമോ ആയിരിക്കും ഡൊമിനിക് എന്ന മെഗാസ്റ്റാർ ചിത്രം തിയേറ്ററിൽ എത്തുക. ഗൗതം വാസുദേവ് മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നേരത്തെ തിയേറ്ററിൽ എത്തുന്ന സിനിമയായി തീരാനും ഡൊമിനിക് എന്ന ചിത്രത്തിന് സാധിക്കും. അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ തിയേറ്ററിൽ എത്തുക. അവിടെയാണ് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രം വേറിട്ട് നിൽക്കുന്നത്. കാരണം മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. ബസൂക്കയ്ക്ക് വേണ്ടിയിട്ടാണോ ഡൊമിനിക് എന്ന ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജനുജനാസ്.